ആഗോള അയ്യപ്പ സംഗമത്തിൽ 3 സെഷനുകളിലായി ചർച്ച പുരോഗമിക്കുകയാണ്. ചർച്ചയ്ക്ക് ശേഷം വൈകിട്ട് നിർദ്ദേശങ്ങളടങ്ങിയ നയരേഖ അവതരിപ്പിക്കും. ഏറ്റവും പുതിയ വിവരങ്ങളുമായി എസ് വിജയകുമാർ പമ്പയിൽ നിന്ന് തത്സമയം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിജയകുമാർ, മുഖ്യമന്ത്രിയുടെ പ്രസംഗം ശ്രദ്ധേയമായിരുന്നു. ഭഗവത്ഗീതയും ഉപനിഷത്തുകളുമൊക്കെ ഉയർത്തിക്കാട്ടിയുള്ള പ്രസംഗം. അതിൽ ഉയർന്നു വന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി ഉണ്ടായിരുന്നു. പക്ഷേ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊന്നും പരാമർശങ്ങൾ ഉണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ രാഷ്ട്രീയമായി എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? സെഷനുകൾ പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ കൂടി വിജയകുമാർ. റിജിത്ത്, ഇവിടെ ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഈ പമ്പ ത്രിവേണിയിലെ 3 വേദികളിലായി സെഷനുകൾ പുരോഗമിക്കുകയാണ്. ഒരിടത്ത് ഈ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ച, ഡോക്ടർ കെ ജയകുമാർ IAS ആണ് അതിൻ്റെ മോഡറേറ്റർ. ക്രൗഡ് മാനേജ്മെന്റ് ആണ് മറ്റൊരു സെഷനിൽ നടക്കുന്നത്. അവിടെ മുൻ DGP ജേക്കബ് പുന്നൂസ് ആണ് അതിൻ്റെ മോഡറേറ്റർ. ശബരിമല ഉൾപ്പെടുന്ന തീർത്ഥാടക സർക്യൂട്ട് എന്നതാണ് മൂന്നാമത്തെ സെഷനിൽ. അവിടെ TK നായർ, പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി TK നായരാണ് അതിൻ്റെ മോഡറേറ്റർ. അവിടെ ചർച്ചകൾ നടക്കുന്നു. ഈ തീർത്ഥാടകർക്ക്, ഇതിൽ പ്രതിനിധികളായെത്തിയവർക്ക് അവിടെ അവരുടെ വാദങ്ങൾ, അവരുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ നിർദ്ദേശങ്ങൾ വരുന്നത് ക്രോഡീകരിച്ച് വൈകുന്നേരത്തെ സമാപന സമ്മേളനത്തിൽ ദേവസ്വം മന്ത്രി ഒരു പേപ്പർ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നടത്തിപ്പിന് വേണ്ടി ഒരു സമിതിയെ നിയോഗിക്കും. ആ സമിതി സമയബന്ധിതമായി അത് പരിശോധിച്ച് ഏതൊക്കെ നടപ്പാക്കാമെന്നതിൻ്റെ തുടർ നടപടികളും ഫോളോ അപ്പും ഉണ്ടാകും. ആഗോള അയ്യപ്പ സംഗമത്തിന് ഒരു തുടർച്ചയുണ്ടാകും എന്നാണ് ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും പറഞ്ഞത്. റിജിത്ത് ചോദിച്ച മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം വളരെ ദീർഘമായ ഒരു പ്രസംഗം, ഏതാണ്ട് ഒരു മണിക്കൂറോളം നീണ്ട വളരെ ദീർഘമായ ഒരു പ്രസംഗമാണ് മുഖ്യമന്ത്രി വേദിയിൽ നടത്തിയത്. അതിൽ സമീപകാലത്ത് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക വിഷയങ്ങളും ആ വേദിയിൽ മുഖ്യമന്ത്രി ഉയർത്തുകയും മറുപടി പറയുകയും ചെയ്തു. എന്നാൽ യുവതീ പ്രവേശം ഉൾപ്പെടെ, അല്ലെങ്കിൽ ശബരിമല പ്രക്ഷോഭകാലത്തെ ഈ കേസുകൾ സംബന്ധിച്ച് ആ 2 വിഷയങ്ങൾ ഒഴികെ ബാക്കി പ്രതിപക്ഷം ഉയർത്തിയ എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ചു. ഈ ന്യൂനപക്ഷ സംഗമം നടത്തുന്നു എന്നത്, അയ്യപ്പ സംഗമം നടത്തുന്നു, അതിന് എന്താണ് ഒപ്പം ന്യൂനപക്ഷ സംഗമം നടത്തുന്നു എന്ന വാർത്തകൾ മുഖ്യമന്ത്രി തള്ളുകയാണ്. 33 സെമിനാറുകൾ നടത്തുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരെണ്ണം മാത്രമാണ്. അതിനെ പ്രവധീകരിച്ച് മറ്റെന്തോ താല്പര്യങ്ങളോടെ സർക്കാർ അത് നടത്തുന്നു എന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നതടക്കം ഈ ചില നുണപ്രചരണങ്ങൾ നടത്തി സർക്കാരിനെ കുറ്റപ്പെടുത്താൻ, പ്രതിക്കൂട്ടിലാക്കാൻ ഇവിടെ നടക്കുന്ന ശ്രമങ്ങൾ എന്ന മട്ടിൽ അത്തരം വിവരങ്ങളൊക്കെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തു. ഈ ശബരി റെയിൽപാത ആയി ബന്ധപ്പെട്ട് അതിൽ 50% സർക്കാരും സംസ്ഥാന സർക്കാരും 50% കേന്ദ്രവും എന്ന നില നേരത്തെ തന്നെ സർക്കാർ മുന്നോട്ട് വെച്ചതാണ്. അതിന്മേൽ ഉൾപ്പെടെ നുണപ്രചരണം നടത്തി സർക്കാർ അതിൽ നിന്ന് പിന്മാറാൻ പോകുന്നു, അത് നടക്കില്ല എന്ന വാർത്തകൾ വരുത്താൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നു എന്നതുൾപ്പെടെ മുഖ്യമന്ത്രി കണിശമായ ചില മറുപടികൾ ആ വേദിയിൽ പറഞ്ഞു. ഈ പറയുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എല്ലാം എനിക്കൊന്ന് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിന് മറുപടി, മുതിർന്ന കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിനൊക്കെ മറുപടി, പ്രതിപക്ഷത്തിന് മറുപടിയൊക്കെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച 2 വിഷയങ്ങൾ ഒഴികെ ബാക്കി മുഴുവൻ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ അതിന് വിശദീകരണവും അതിന് മറുപടിയും ഉണ്ടാവുകയും ചെയ്തു എന്നത് വളരെ ശ്രദ്ധേയമായി. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ തന്നെയാണ് ഈ വേദിയിലേക്ക് വന്നത് എന്നതും മറ്റൊരു രാഷ്ട്രീയവും കൗതുകവുമായ കാഴ്ചയായി സമ്മേളന വേദിയിൽ മാറുകയും ചെയ്തു. റിജിത്ത്, ശരി. എസ് വിജയകുമാർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ രാഷ്ട്രീയമാനം ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൽ 3 സെഷനുകളിലായി ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ചർച്ചകൾക്ക് ശേഷം വൈകിട്ട് നിർദ്ദേശങ്ങൾ അടങ്ങിയ നയരേഖ അവതരിപ്പിക്കുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.